CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിൽ 2025-26 വർഷത്തെ വിവിധ വാർഡുകളിലെ പദ്ധതി വിഹിതം അട്ടിമറിച്ച് മുൻ ചെയർമാന്റെയും ഭരണകക്ഷി കൌൺസിലറുടെയും വാർഡുകളിലേക്ക് വകമാറ്റിയതായി ആരോപണം. നഗരസഭയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മലപ്പുറം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ KT ജലീൽ MLA നിർവഹിച്ചു. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ദേവസ്വം നിരളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 മുതൽ 5 ദിവസങ്ങളിലായി നടക്കും. ഫെബ്രുവരി 15 വൈകിട്ട് 5:30 മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം ആഘോഷിക്കുക. ഈ വർഷത്തെ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ 2025-26 വർഷത്തെ വിവിധ വാർഡുകളിലെ പദ്ധതി വിഹിതം അട്ടിമറിച്ച് മുൻ ചെയർമാന്റെയും ഭരണകക്ഷി കൌൺസിലറുടെയും വാർഡുകളിലേക്ക് വകമാറ്റിയതായി ആരോപണം. നഗരസഭയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതുപോലെ തന്നെ 12,76,000 രൂപയുടെ ഒരു പ്രവൃത്തി 29 വാർഡിലേക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരവുർശി വടക്കേക്കര ലിങ്ക് റോഡ് കൽവെട്ട് നിർമ്മാണം എന്ന പദ്ധതി ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് 2 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വകയിരുത്തിയിരുന്നത്. ആ പദ്ധതി 29 വാർഡിലേക്ക് മാത്രമായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. എന്നാൽ ഈ SC നമ്മുടെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിൽ അത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ നല്ലൊരു വശത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദിക്കിൽ എന്നും നമ്മൾ ജനത്തിന്റെ പക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും ഈ ഫണ്ടുകളുടെ വകതിരിവ് മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ നമ്മുടെ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. വിവിധ വാർഡുകളിൽ നിന്നായി ഒഴിവാക്കിയ 41 പദ്ധതികളുടെ ഏകദേശം 1 കോടിയോളം രൂപ മുൻ ചെയർമാൻ C മുഹമ്മദ് ബഷീറിന്റെ വാർഡിലേക്കും നെല്ലിപ്പുഴ വാർഡ് കൌൺസിലർ ഷൌക്കത്തിന്റെ വാർഡിലേക്കുമാണ് മാറ്റിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതും സാങ്കേതിക അനുമതി ലഭിക്കാത്തതുമായ സ്പിൽ ഓവർ പദ്ധതികളിൽ ഭേദഗതി വരുത്തി പുതിയവ നടപ്പിലാക്കാനായിരുന്നു കൌൺസിൽ അജണ്ടയിലെ തീരുമാനം. ഇത്തരത്തിൽ പദ്ധതികൾ മാറുമ്പോഴും അതത് വാർഡുകൾക്ക് ലഭ്യമായ തുക നഷ്ടപ്പെടില്ലെന്ന് ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും കൌൺസിലർ മാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ DPC അംഗീകരിച്ച ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് ഭൂരിഭാഗം തുകയും 2 വാർഡുകളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചതായി കണ്ടെത്തിയത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. പദ്ധതി രൂപീകരണത്തിന് മുമ്പായി പ്രാഥമികമായി ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുക, വികസന സമിതി രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളത് അന്നത്തെ ഈ യോഗത്തിൽ ചോദിച്ചു, നിലവിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സമിതികൾ വേണ്ടേ? അപ്പോൾ ആ സമിതികൾ നിലവിലുള്ളത് പുനഃസംഘടിപ്പിക്കുന്നുണ്ടോ, പുതിയ ആൾക്കാർ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടോ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുതിയതായി ആരെയും ഉൾപ്പെടുത്തുന്നില്ല. നിലവിലുള്ള സംഗതി തുടർന്നുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി ഇത് പദ്ധതി രേഖ പൂർത്തിയാക്കി DPC അംഗീകാരം വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതിന്റെ പേരിൽ പുതിയ ആൾക്കാരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നില്ല കമ്മിറ്റികളൊന്നും തന്നെ. നിലവിൽ തുടരുക എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളും അത് അംഗീകരിച്ചു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ച് നാടിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതി രേഖ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇന്നലെ കൂടിയ 3-ാം തീയതി കൂടേണ്ട വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഞങ്ങൾ കൌൺസിലർമാർക്ക് പോലും 3-ാം തീയതി വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ വാർഡുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനുമായി പങ്കെടുക്കേണ്ട പല ആൾക്കാർക്കും വിവരം കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, നിലവിലെ വർക്കിംഗ് ഗ്രൂപ്പിൽ പല ആൾക്കാരും ഇന്ന് ജീവനോടില്ല, മരിച്ചു പോയിട്ടുണ്ട്. ഒട്ടനവധി പേർ ജോലി ആവശ്യാർത്ഥവും മറ്റു കാര്യങ്ങളുമായിട്ട് വിദേശത്തോ കേരളത്തിന് പുറത്തോ നമ്മുടെ ജില്ലയിലോ പോലും ഇല്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ഇത് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം ഇല്ല, ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഞങ്ങൾ വർക്ക് ഗ്രൂപ്പ് യോഗത്തിൽ രാവിലെ എത്തിച്ചേർന്നപ്പോൾ അതിന്റെ ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ആ ലിസ്റ്റിനകത്ത് ഏതാണ്ട് 68 പേര് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളവര്. ആ ഉൾപ്പെടുത്തിയത് ജീവനക്കാരോട് ഞങ്ങൾ ചോദിച്ചു, ആരാണ് ഉൾപ്പെടുത്തിയത്?
അപ്പൊ കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരമാണ്. ഏത് കൗൺസിലർമാരുടെ നിർദ്ദേശം, ഏത് തീരുമാനപ്രകാരം, ആരാണ് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ അവകാശം തന്നത്? അപ്പോൾ എല്ലാ കൗൺസിലർമാരും ഞങ്ങൾക്ക് ആളുടെ പേര് വന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ്. പക്ഷെ അങ്ങനെ പേര് നിർദ്ദേശിക്കാൻ ഒരു തീരുമാനവും നമ്മുടെ കൗൺസിൽ എടുത്തിട്ടുണ്ടാവില്ല. പുതിയ ആൾക്കാർ ഉൾപ്പെടുത്താൻ ഏതെങ്കിലും കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഇത്രയധികം ആൾക്കാരെ ഈ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തിയത്? അപ്പൊ തികച്ചും ഏകപക്ഷീയമായി മുൻ ചെയർമാൻ ശ്രീ മുഹമ്മദ് ബഷീറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം കാര്യം ഇപ്പോൾ നടക്കണമെന്ന മുനിസിപ്പാലിറ്റിക്കകത്ത്. ആ നിലയ്ക്കാണ് ഇത് പ്രത്യേക കേന്ദ്രത്തിൽ ഇത്രയും ആൾക്കാർ ഉൾപ്പെടുന്നത്. അതിന് പകരമായി ഇന്നലെ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഇടതുപക്ഷ കൗൺസിലർമാരും BJPയുടെ ജയകുമാർ ഉൾപ്പെടെ ആൾക്കാർ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ചെയർപേഴ്സന്റെ ക്യാബിനിൽ പോയി. ക്യാബിനിൽ ചെന്നപ്പോൾ മുൻ ചെയർപേഴ്സൺ പറഞ്ഞ നിർദ്ദേശം, നിങ്ങളിപ്പോൾ പറഞ്ഞോളൂ 2 ആളെ വീതം ഞങ്ങൾ വെക്കാം. അത് ശരിയല്ലല്ലോ നിലപാട്. ആ നിലപാട് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ 2 ആൾക്കാർ. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ 68 പേരാരാ? അവരുടെ ആൾക്കാർ. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പും വികസന സമിതിയും പുനഃസംഘടിപ്പിക്കുന്നുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു നഗരസഭ അധികൃതരുടെ മറുപടി. എന്നാൽ ഇതിന് വിപരീതമായി അടുത്ത ദിവസം തന്നെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് കൗൺസിലർമാരെ അറിയിച്ചില്ലെന്നും ആരോപണമുണ്ട്. നിലവിലുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പല അംഗങ്ങളും നിലവിൽ സ്ഥലത്തില്ലാത്തവരോ മരണപ്പെട്ടവരോ ആണ്. ഇത്തരത്തിൽ പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള കമ്മിറ്റിയിൽ അറിവില്ലാതെ 68 പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിയതായും പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഈ നടപടികൾ സുതാര്യമല്ലെന്നും കൗൺസിൽ അംഗങ്ങളെ ഇരുട്ടിൽ നിർത്തിയാണ് ഇത്തരം നീക്കങ്ങൾ നടന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മണ്ണാക്ക മുനിസിപ്പാലിറ്റി 2 വാർഡിലേക്കായി മുഹമ്മദ് ബഷീറിന്റെയും ഷൌക്കത്തിന്റെയും വാർഡിലേക്ക് മണ്ണാക്ക മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ സംഖ്യയും ഈ ജനുവരി മാസം വരെ പൂർത്തിയാക്കാത്ത വർക്കുകളുടെ ഏതാണ്ട് 1 കോടിയോളം രൂപ വരുന്ന സംഖ്യ ഈ 2 വാർഡിലേക്ക് മാത്രം വാരിക്കോരി കൊള്ളയടിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഈ കൌൺസിലിന് കഴിയില്ല. കൌൺസിലിന്റെ അംഗീകാരം വാങ്ങിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കൌൺസിൽ ഞങ്ങൾക്ക് ആ ഭേദഗതിയുടെ ലിസ്റ്റ് തന്നിട്ടില്ല. ഏതെല്ലാം പദ്ധതി ഭേദഗതി ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏകപക്ഷീയമായി ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇതിനെതിരായിക്കൊണ്ട് നാളെ ചെയർപേഴ്സൺ വരുന്ന ദിവസം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സണെ കണ്ട വിഷയങ്ങൾ സംസാരിക്കും. ആശാവഹമായ മറുപടിയല്ല ലഭിക്കുന്നെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവും ഈ വാർഡിലെ 30 വാർഡിലെയും ജനങ്ങളെ UDFന്റെ കൌൺസിലർമാർ ഉൾപ്പെടെ മൗനാനുഭവത്തോടെയാണ് ഈ ഫണ്ട് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള മറ്റ് ജനവിഭാഗങ്ങളുണ്ട്, ഈ ഫണ്ടിന് അർഹതപ്പെട്ട ആൾക്കാർ, അവകാശപ്പെട്ട ആൾക്കാർ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പാകെ കൊണ്ടുവരും. നഗരസഭയുടെ വികസന ഫണ്ട് അശാസ്ത്രീയമായും രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയും വകമാറ്റുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഇതിന്റെ ഭാഗമായി ചെയർപേഴ്സണെ കണ്ട് നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചു. CCN മണ്ണാർക്കാട്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മലപ്പുറം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ KT ജലീൽ MLA നിർവഹിച്ചു. കേരളത്തിൽ നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ്, LDF ഗവൺമെന്റാണ് എന്ന കള്ളപ്രചരണമാണ് കോൺഗ്രസും ലീഗും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെതിരായി കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു സമരപരിപാടിക്ക്, ഒരു പ്രക്ഷോഭ പരിപാടിക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസോ ലീഗോ തയ്യാറാവാത്തത്? ലീഗ് പല പ്രക്ഷോഭങ്ങളും നടത്തിയത് നമുക്കറിയാം. വഖഫ് ബോർഡിലേക്കുള്ള നിയമനം PSC വഴി യോഗ്യരായിട്ടുള്ള മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി ഒരു ശ്രമം നടന്നപ്പോ 10,000-കണക്കിന് ആളുകളെ കടപ്പുറത്ത് സംഘടിപ്പിച്ച് അതിനെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചട്ടുകമാക്കി മാറ്റുകയാണെന്നും SIR എന്ന പേരിലൂടെ പൗരത്വ നിയമം നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും KT ജലീൽ ആരോപിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EN മോഹൻദാസ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ E ജയൻ, PK കൃഷ്ണദാസ്, KP രാമനാഥൻ, KP ഫൈസൽ, K മജ്നു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രേക്ഷക മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകായി കടന്നു വരുന്നത്. SIR-ന്റെ പേര് പറഞ്ഞ് സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങളെ, BJP സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. CCN മലപ്പുറം. ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. അനുമോദന ചടങ്ങ് PTA പ്രസിഡന്റ് അഹമ്മദ് സുബൈർ പാറക്കോട് ഉദ്ഘാടനം ചെയ്തു.
അബ്ദുൾ ഷഹീം, മിൻഹാൽ കെ, അജയ് വി എസ്, മിൻഹ മെഹബിൻ. നാഷണൽ പാരാ അത്ലറ്റിക് മീറ്റ്സിൽ 100 മീറ്റർ മത്സരത്തിലും ലോങ് ജമ്പിലും ചാമ്പ്യനായ ഫാദിൽ ടി കെ. സ്റ്റേറ്റ് കരാട്ടെ ടൂർണമെന്റിൽ വിന്നേഴ്സായ അഭിജിത്ത് എ, അല ഫാത്തിമ സഗീർ. സ്റ്റേറ്റ് ഇൻക്ലൂസീവ് സ്പോർട്സ് വിജയികളായ ഫാത്തിമ അൻഫ പി കെ, ഫിദ ടി. തൃശൂർ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്നു. സ്കൂൾ PTA, SMC ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളും പ്രകടനത്തിൽ അണിനിരന്നു. പ്രിൻസിപ്പൽ S പ്രദീപ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് P ഹംസക്കുട്ടി, സ്റ്റാഫ് സെക്രട്ടറി M ജിജേഷ്, അധ്യാപകരായ C ബഷീർ, KT സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം ആഘോഷിക്കുക. ഈ വർഷത്തെ തിരുമുല്ലപ്പള്ളി അപ്പൻ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഉത്സവം 2026 ഫെബ്രുവരി 19 കൊടിയേറി 26 ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. ഈ ഉത്സവം 3-4 വർഷങ്ങളായിട്ട് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ പൗരപ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തികളും അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയിലാണ് ഈ ക്ഷേത്രോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 3ാമത് തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരത്തിന് താന്ത്രികാചാര്യൻ അണ്ടലാടിമന ദിവാകരൻ നമ്പൂതിരിപ്പാടും കഥകളി സംഗീതജ്ഞൻ കോട്ടയ്ക്കൽ നാരായണനും അർഹരായി. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റിയായിരുന്ന തൃക്കടീരിമന നാരായണൻ നമ്പൂതിരിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പുരസ്കാരം ഫെബ്രുവരി 18 വൈകുന്നേരം 6:15 നടക്കുന്ന സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി അണ്ടലാടിമന ദിവാകരൻ നമ്പൂതിരിപ്പാടിന് സമ്മാനിക്കും. ദേവസ്വം ട്രസ്റ്റി TM ദേവദാസൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനാകും. മാതൃഭൂമി മുൻ ചീഫ് ആർട്ടിസ്റ്റായിരുന്ന AS നായരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പുരസ്കാരം 24 വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി കോട്ടയ്ക്കൽ നാരായണന് സമ്മാനിക്കും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KC നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ക്ഷേത്രത്തിൽ ഫെബ്രുവരി 15 ശിവരാത്രിയും 19 മുതൽ 26 വരെ ഉത്സവവും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം ആഘോഷിക്കുക. 26 ആറാട്ട് ദിവസം രാത്രി 7:30 പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും ഉണ്ടാകും. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിലെ ഊരാൺമ കുടുംബാംഗവും ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായിരുന്ന തൃക്കടീരി നാരായണ നമ്പൂതിരിയുടെ അനുസ്മരണാർത്ഥം താന്ത്രിക കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടിനാണ് ഈ വർഷത്തെ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം സമർപ്പണം നടത്തുന്നത്. അതുപോലെ ഫെബ്രുവരി 24 ശ്രീ AS നായരുടെ അനുസ്മരണയ്ക്കായി കഥകളി സംഗീതത്തിലെ പ്രഗത്ഭനായ കോട്ടക്കൽ നാരായണന് 2ാമത്തെ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം സമർപ്പിക്കുന്നു. 18-ാം തീയതിയിലത്തെ പുരസ്കാര സമർപ്പണത്തിന് അധ്യക്ഷത വഹിക്കുന്നത് മലബാർ കുടിയേറ്റത്തിന് ശേഷം ചെർപ്പുളശ്ശേരിയുടെ അഭിമാനമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാനമായ ചെർപ്പുളശ്ശേരി ശിവൻ നയിക്കുന്ന ഗംഭീര പഞ്ചവാദ്യത്തോടു കൂടിയാണ് ഉത്സവാഘോഷങ്ങൾ തുടങ്ങുന്നത്.
വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ, ട്രസ്റ്റി പാങ്ങത്തുമന പരമേശ്വരൻ നമ്പൂതിരി, ട്രസ്റ്റി കുടുംബാംഗങ്ങളായ തെക്കുംപറമ്പത്തുമന നാരായണൻ നമ്പൂതിരി, പാങ്ങത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ, മേലേമഠം വേണുഗോപാൽ, ദേവസ്വം ക്ലർക്ക് കെ രാജു എന്നിവരും സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ദേവസ്വം നിറളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 മുതൽ 5 ദിവസങ്ങളിലായി നടക്കും. ഫെബ്രുവരി 15 വൈകിട്ട് 5:30 മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 നിറളത്ത് സംഗീതോത്സവം ഈ മാസം 15-ാം തീയതി തിരുമാന്ധാംകുന്ന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 5:30 ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തുടർന്ന് 5 ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന സംഗീതോത്സവങ്ങളിൽ ഒന്നായ കേരളത്തെ സംഗീതോത്സവത്തിന്റെ ദിനങ്ങളാണ് തുടർന്നുള്ള 5 ദിവസങ്ങൾ. ഫെബ്രുവരി 15 വൈകിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ OK വാസു മാസ്റ്ററാണ് ഈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ശ്രീ TC ബിജു അവർകളാണ്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം നന്ദലാൽ കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയാകും. 2026 തിരുമാന്ധാംകുന്ന് ദേവസ്വം നിറളത്ത് പുരസ്കാരം പ്രശസ്ത കളമെഴുത്ത് കലാകാരൻ ആനമങ്ങാട് രാമൻകുട്ടിക്ക് ഉദ്ഘാടന വേദിയിൽ വെച്ച് സമർപ്പിക്കും. 10,001 രൂപയും ദാരുശില്പവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. സംഗീതോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളുമടക്കം 600-ലധികം പേർ നാദാർച്ചന നടത്തും. ഉദ്ഘാടന ദിവസം ഭരദ്വാജ് സുബ്രഹ്മണ്യത്തിന്റെ സ്പെഷ്യൽ കച്ചേരി അരങ്ങേറും. സമാപന ദിവസമായ ഫെബ്രുവരി 19 രാവിലെ 10 മണിക്ക് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ സദനം ഹരികുമാർ, ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ, വെച്ചൂർ C ശങ്കർ, ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. അന്ന് വൈകിട്ട് 6:30 നടക്കുന്ന താളവാദ്യ സംഗമത്തിനും പൂന്താനത്തിന്റെ ഗണസംഘ ആലാപനത്തിനും ശേഷം സംഗീതോത്സവത്തിന് തിരശീല വീഴും. കഴിഞ്ഞ 30 വർഷമായി കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യം മാറ്റി നിർത്തിയാൽ വളരെ മുടക്കം കൂടാതെ എല്ലാ വർഷവും വളരെ ഭംഗിയായി ചിട്ടയായി ദേവസ്വം ഈ സംഗീതോത്സവം ആചാര്യനായ നമ്മുടെ അഷ്ടപതി ആചാര്യനായ നിറളത്ത് രാമപൊതുവാളിന്റെ ഒരു സർഗാത്മക സ്മാരകം എന്ന നിലയിൽ തന്നെ ഈ സംഗീതോത്സവത്തെ നല്ല രീതിയിൽ നടത്തിപ്പോരുകയാണ്. സംഗീതോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെടുന്ന വിവിധ വാഗ്ഗേയകാരന്മാരും അതേപോലെ തന്നെ ഉപകരണ സംഗീതജ്ഞരും ഇവിടെ സംഗീത പരിപാടികൾ നടത്തുന്നുണ്ട്. ഉദ്ഘാടന ദിവസം മുതൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരുടെ സംഗീത കച്ചേരി, അതുപോലെ തന്നെ ഈ സംഗീതോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 2023 മുതൽ നമ്മൾ കേരളത്തെ രാമപൊതുവാളിന്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2023, 24, 25 4ാമത്തെ കേരളത്ത് പുരസ്കാരമാണ് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നൽകാൻ വേണ്ടി പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ M വേണുഗോപാൽ, ഡോക്ടർ NP വിജയകൃഷ്ണൻ, AN ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയയുടെ 3ാമത് സന്നദ്ധാന സമ്മേളനം ഈ മാസം 6, 7, 8 തീയതികളിൽ മിനി ഊട്ടി ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ നടക്കും. 3 വേദികളിലായി 15 സെഷനുകളായാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് മിനി ഊട്ടിയിലെ മെയിൻ ക്യാമ്പസിൽ നടക്കുന്ന സമ്മേളനം അഹ്ലെ ഹദീദ് പ്രസിഡന്റ് ഡോക്ടർ ഷൈഖ് അബ്ദുൽ ലത്തീഫ് അൽ കിന്ദി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 10-ന് അറബിക് കോളേജുകളുടെ ചരിത്രവും ദൗത്യവും എന്ന പ്രമേയത്തിൽ അറബിക് കോൺഫറൻസ് നടക്കും. ഇതേ സമയം തന്നെ പാണക്കാട് ലേഡീസ് ക്യാമ്പസിൽ നടക്കുന്ന വനിതാ സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 4:30-ന് വേങ്ങര സബാഹ് സ്ക്വയറിലാണ് സന്നദ്ധാന സമ്മേളനം നടക്കുക. ആൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒഴിവ് ദിവസങ്ങളിലും സമയങ്ങളിലും ഖുർആൻ മനഃപ്പാഠമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും കൂടി ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
മിനിയൂട്ടി. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ 2 അഫിലിയേറ്റഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത്, മറ്റൊന്ന് തമിഴ്നാട് സേലത്ത്. അതുപോലെ തന്നെ ജാമിയ അൽ ഹിന്ദിലെ ഈ കാലഘട്ടത്തിലെ ഇത് 3ാം സനദിലാണ്. ഏകദേശം 117 കുട്ടികൾക്ക്, അതായത് ജാമിയയിൽ നിന്ന് ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയ 60-ലേറെ കുട്ടികൾക്കും 42 ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കും സനദ് കൊടുക്കുകയാണ്. സ്വാഗത സംഘം ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് മദനി, ഫൈസൽ, അബ്ദുൽ മാലിക് സലഫി, ഡോക്ടർ ഷുഹൈദ് സലഹി, നസീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറത്തെ കിങ് എഡ്വേർഡ് റീഡ് ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫ്രേസർ ഹാൾ മലപ്പുറത്തെ 1-2 ഗോളുകൾക്ക് കീഴടക്കി. ചേസി ഫ്രേസർ ഹാൾ ജേതാക്കളായി. മത്സരത്തിന് മുന്നോടിയായി MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ കളിക്കാരെ പരിചയപ്പെട്ടു. വിജയികൾക്കുള്ള സമ്മാനദാനം മലപ്പുറം നഗരസഭ വൈസ് ചെയർമാൻ PSA ജിതേഷ് നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ദിനേഷ് കുമാർ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ, ട്രഷറർ ശ്രീധരൻ KP, പ്രവീൺ, നജീബ്, രാമനുണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. മമ്പാട് MES കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും ഫെബ്രുവരി 14-ന് നടക്കും. രാവിലെ 10 മണിക്ക് മമ്പാട് MES കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടി ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നതിനുമായാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിക്കും. തുടർന്ന് വർഷാടിസ്ഥാനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന സെഷനുകൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഗാനമേള ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കോളേജിന്റെ അക്കാദമികവും സാമൂഹികവുമായ പുരോഗതിക്കായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ ശ്രമങ്ങൾക്ക് ഈ സംഗമം തുടക്കമിടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളായ ആളുകളെ ആദരിക്കൽ ചടങ്ങ് ഈ ഫെബ്രുവരി 14-ന് കോളേജിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വിവിധ പരിപാടികളോടെ നടക്കുന്ന ചടങ്ങ് കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, കോർഡിനേറ്റർ K ഉസ്മാൻ, ട്രഷറർ PC നാസർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. മഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ കോണ്ടം സെഞ്ചുറി വേദിയിൽ ഗാസ ചിത്ര പ്രദർശനമൊരുക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ SS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം KK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ TM ഇസ്മായിൽ, അബ്ദുൽ ലത്തീഫ് നഹ, നൂറുദ്ദീൻ, സുനിൽ, CN മഖ്ബൂൽ, വിജിത്ത് എന്നിവർ സംസാരിച്ചു. SM മോഹനൻ യുദ്ധവിരുദ്ധ ഗാനം ആലപിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭയിൽ 2025-26 വർഷത്തെ വിവിധ വാർഡുകളിലെ പദ്ധതി വിഹിതം അട്ടിമറിച്ച് മുൻ ചെയർമാന്റെയും ഭരണകക്ഷി കൌൺസിലറുടെയും വാർഡുകളിലേക്ക് വകമാറ്റിയതായി ആരോപണം. നഗരസഭയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മലപ്പുറം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ KT ജലീൽ MLA നിർവഹിച്ചു. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ദേവസ്വം നിറളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 മുതൽ 5 ദിവസങ്ങളിലായി നടക്കും. ഫെബ്രുവരി 15-ന് വൈകിട്ട് 5:30-ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം ആഘോഷിക്കുക. ഈ വർഷത്തെ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.